നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾ ഭീമാപ്പള്ളിയിലെ ഉമ്മയെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം, അവരെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവണം. അവരാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ആളുകളാണ് ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരിലൂടെ ലക്ഷ്യങ്ങൾ മുറാദുകൾ ഹാസിലായ എത്രയോ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇന്നുമുണ്ട് പല ആളുകൾ പ്രതിസന്ധി വരുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ഉയരുന്നത് ബദരീങ്ങളെ എന്നാണ്. മമ്പുറത്തെ തങ്ങളെയാണ് വിളിക്കുന്നത്, മുഹിയദ്ദീൻ ശൈഖിനെയാണ് വിളിക്കുന്നത്, മരണപ്പെട്ടു പോയ മനുഷ്യരെയാണ് അവർ വിളിക്കുന്നത്. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചു ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. പറയുന്നത് ഖുർആനാണ്, അല്ലാഹുവിന്റെ കലാമാണ്. നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി ഒരു വാദത്തിന് വേണ്ടി കേൾക്കും എന്ന് സമ്മതിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, നിങ്ങൾ ചെയ്യുന്ന അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഈ പ്രവർത്തനമുണ്ടല്ലോ, ഖിയാമത്തു നാളിൽ അവർ നിഷേധിക്കും. ഒരു ബദരീങ്ങളും പരലോകത്ത് ഉപകാരപ്പെടില്ല. ഒരു തങ്ങളും ഒരു ഹോജയും ഒരാളും പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ഒരാൾ മരണപ്പെട്ടു, വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, അല്ലാഹുവിന് പുറമെ ഒരു പങ്കാളിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട്, ദഖലന്നാർ, അവൻ നരകത്തിലാണ്. അർശും ഈ പ്രപഞ്ചവും തമ്മിൽ അതിന്റെ അളവ് നോക്കിയാൽ ഈ മഹാപ്രപഞ്ചം, സൂര്യൻ, ചന്ദ്രൻ എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചം ഒരു മോതിരത്തിന്റെ വലിപ്പാണ്. അർശോ മരുഭൂമിയോളം വിശാലമാണ്. ആ അർശിന്റെ മുകളിലാണ് അർ റഹ്മാൻ അലൽ അർശി ഇസ്തവാ. ആ റബ്ബിനെ വിട്ടുകൊണ്ടാണോ കോഴിക്കോട് മറമാടി കിടക്കുന്ന, മമ്പുറത്ത് കിടക്കുന്ന, ഭീമാപ്പള്ളിയിൽ കിടക്കുന്ന ഏതെങ്കിലും സാധുക്കളായ മനുഷ്യരുടെ നേരെ കൈകൾ നീട്ടുന്നത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്ക് അല്ലാഹു പോരെ? അല്ലാഹു ചോദിച്ചതാണ്, അല്ലാഹു ചോദിച്ച ചോദ്യമാണ്, അല്ലാഹു പോരെ? നമുക്ക് മറുപടി പറയാൻ കഴിയണം, ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്.